നിങ്ങളിപ്പോ മക്കളെ കുറിച്ച് പ്രതീക്ഷിക്കുന്ന എന്താ? ഡോക്ടറാവുന്നു, എഞ്ചിനീയർ ആവുന്നു, UK പോയി പഠിക്കുന്നു, ഇവിടെയൊന്നല്ല. ഇതെല്ലാം പിന്നെ കട്ടകാലത്തിന് ചെറിയ ഇവിടെ വേറെ നിർവാഹം ഇല്ലാത്തതുകൊണ്ട് പഠിക്കേണ്ടത് UK എന്നിട്ട് അമേരിക്കയിൽ എഞ്ചിനീയർ ആവുന്നു, വിമാനം പറക്കുന്നൊക്കെ ഞങ്ങളുടെ സ്വപ്നം അല്ലേ? അങ്ങനെ സ്വപ്നങ്ങളില്ലാത്ത അമ്മമാരുണ്ടാവില്ല, എനക്കുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മക്കൾ 18 വയസ്സ് വരെ ഒരു കച്ചരയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഉന്തി കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ കൂടെ നിൽക്കുന്ന A+ ഒന്നും വേണ്ട എൻ്റെ മക്കൾക്ക്. ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്, പഠിച്ച് കിട്ടിയാൽ നല്ലത്, കിട്ടിയിട്ടില്ലെങ്കിൽ അതിലും നല്ലത്. എൻ്റെ മകൻ 18 വയസ്സ് വരെ ഒരു മനുഷ്യക്കുട്ടിയെ എൻ്റെ കൂടെ ഉണ്ടാവണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം എൻ്റെ സ്റ്റേഷനിൽ ഞാൻ ദിവസവും കാണുന്ന സംഭവങ്ങൾ അതീവ ഭീകരങ്ങളാണ്. അതെന്റെ മക്കളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളാവും എൻ്റെ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ വരുന്നത് എങ്കിൽ എൻ്റെ മകനും നാളെ അവിടെ എത്തിക്കൂടായികയില്ല എന്നുള്ള ബേജാറ് എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ ഭാര്യക്ക് അതില്ല. അതാണ് ഞാനും നിങ്ങളത്. എൻ്റെ ഭാര്യ പറയുന്നത് ഇപ്പം പറക്കട്ടെ, ഞാൻ ചെപ്പാ പിടിക്കുക. അവള് പറഞ്ഞെന്നറിയോ, 10ാം ക്ലാസ് കഴിഞ്ഞ ഒരൊറ്റപ്പിടുത്തം, പിന്നീടാണ് പിടുത്തം. അവള് പറയാണ്, എനക്കത് കേൾക്കുമ്പോൾ ചിരി വന്നിട്ട് കൊടുക്കില്ല. എന്നറിയോ, ഈ 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് ആരെ പിടിക്കുന്നതാണ് എൻ്റെ വേചാരം. അധികം എൻ്റെ പെണ്ണോളെ അകത്ത് പിടിച്ച് അപ്പുറത്തേക്ക് ആക്കുന്നതാണ് എൻ്റെ ടെൻഷൻ. കാരണം ഈ സമൂഹത്തിൽ എൻ്റെ സ്റ്റേഷനിൽ കാണുന്ന സംഭവങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പോലീസുകാരനെ പോലെ സദാ ജാഗ്രതയോടുകൂടി. അപ്പൊ നിങ്ങൾക്ക് പിന്നെ സംശയം ഉണ്ടാവും. നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു? ഒന്നും പ്രാർത്ഥിച്ചില്ല, പ്രാർത്ഥനയൊന്നുമില്ല, ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല. നിങ്ങളിവിടെ വരുമ്പോൾ നിങ്ങൾ തിരിച്ച് വീട്ടിൽ പോകുമ്പോഴേക്കും വീട് കള്ളം കയറരുത് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ല. വീട്ടിൽ പോകുമ്പോഴേക്കും എൻ്റെ വീട് സുരക്ഷിതമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കാത്ത ആരെങ്കിലും ഉണ്ടാവും? അതും പ്രാർത്ഥിച്ചില്ല. കാരണം ഗോത്രചിന്തയായിരിക്കും കൂട്ട്. അതൊന്നും പേടിക്കണ്ട. ഈ കള്ളന് കൂട്ട് വിഷയമല്ല കേട്ടോ. വളയത്ത് ഏറ്റവും ഗംഭീരമായി കോടികൾ ചെലവഴിച്ചൊരു വീടുണ്ടാക്കിയിട്ടുണ്ട്. ആ വീട്ടില് അയാള് വീട്ടുകൂടലൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഇങ്ങനെ ഒന്നിച്ച് സദസ്സിലിരിക്കുമ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ വീട് ഒരു കള്ളനും മോഷ്ടിക്കാൻ കഴിയില്ല, അത്രയേറെ CCTV. ഗോത്രത്തിൽ നിന്ന് നേരിട്ട് പറഞ്ഞുണ്ടാക്കിയ 3 കൂട്ടിൽ ഒരു കൂട്ട് എൻ്റെ വീട്ടിലെ കൂട്ടാണ്. അതുകൊണ്ട് തന്നെ ആ കൂട്ട് ലോകത്ത് ഒരു കള്ളനും പൊളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോൾ പറഞ്ഞതാ. പിറ്റേന്ന് രാവിലെ ഈ വീട്ടുകാരൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ കണ്ടത് ഒരു നാക്കല വീട്ടിന്റെ മുറ്റത്ത് വെച്ചിട്ട് ഈ കൂട്ട് കഴിച്ചിട്ട് ആണിയെല്ലാം ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അടുത്തൊരു കുറിപ്പ്, വേണ്ടാത്ത നാമോസ് വേണ്ട. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ അർത്ഥം ആ കേട്ട ഏതോ ചങ്ങായി അത്രയേറെ നിങ്ങൾ ഗോത്രത്തിന്റെ ലോകത്തുള്ള 3 കൂട്ടിൽ ഒരു കൂട്ട് കൊണ്ട് വീട് കൂട്ടിയാലൊന്നും കള്ളൻ ഇതൊക്കെ ഈർക്കിനോട് തോന്നാണ്. അതുകൊണ്ട് നിങ്ങളെ വീടിന്റെ സുരക്ഷിതത്വം എന്ന താക്കോലിന്റെ മേലും കൂട്ടിന്റെ മേലും അല്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ അതുകൊണ്ടായിരിക്കും പ്രാർത്ഥിക്കാത്തത്. വീട്ടിൽ കള്ളം കയറുന്നു പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പോട്ടെ, നിങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആരും ആത്മഹത്യ ചെയ്ത ഫാനിന്റെ മേലെ തൂങ്ങിയാടരുത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? രാവിലെ വീട്ടിൽ നിന്ന് ബൈക്കിൽ പോയ ഒരു മനുഷ്യനും ആക്സിഡന്റ് ആവാതെ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഒരു കുട്ടിയും ഒളിച്ചോടാതെ നിങ്ങളെ വീട്ടിൽ തന്നെ തിരിച്ചു വരണമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഈ റോഡിൽ പോകുന്ന ബൈക്കുകൾ ആക്സിഡന്റ് ആവരുത്, വാഹനങ്ങൾ ആക്സിഡന്റിൽ പെടരുത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കില്ല. കാരണം നിങ്ങൾക്കൊക്കെ ബൈക്കുമ്പോൾ ചെക്കൻ പോകുമ്പോൾ ഒരു കുളിരാണ്. ഇങ്ങനെ പോകണം. ഇങ്ങനെ ഞാൻ ഇപ്പം ബാലുശ്ശേരി കൂടി വരുമ്പോൾ ഓരോ കുട്ടികൾ ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ എന്ത് രസാന്നറിയോ? ഇങ്ങനെ പോകുന്നതാണ്. അങ്ങനെ പോകുമ്പോൾ പല അമ്മമാർ പറയുന്നുണ്ട്, എൻ്റെ ചെക്കൻ ഒരു ബ്ലോക്ക് വിഷയമല്ല, ഇങ്ങനെ അങ്ങ് പോകും. പക്ഷെ അത് കാണുന്ന പോലീസുകാരുടെ ടെൻഷനാ. താഴെ അപ്പുറത്തൊന്നും തലകുത്തി വീണിട്ടുണ്ടെങ്കിൽ ആ പണ്ടാരക്കാലിനെ എടുത്തുകൊണ്ടുള്ളത് പോലീസാണ്. ഇവിടെ ആക്സിഡന്റ് ആയാലും ആക്സിഡന്റിന്റെ എല്ലാ റൂട്ടീൻ വർക്കും ചെയ്യേണ്ടത് പോലീസുകാരാണ്. ഇവിടെ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്താൽ ഓടി വരേണ്ടത് പോലീസുകാരാണ്. അങ്ങനെ ദിവസവും ആത്മഹത്യയും ആക്സിഡന്റും കഞ്ചാവ് വിൽപ്പനയും കഞ്ചാവ് വലിച്ച് നശിച്ച മനുഷ്യജന്മങ്ങളെയും ഒക്കെ കാണുന്ന പോലീസുകാരന് സ്വന്തം വീടിനെ കുറിച്ച് ആശങ്കയുണ്ട്. നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ആശങ്കയില്ല. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയൊക്കെ ഏത് പരാതിയും പോലീസുകാരൻ എടുക്കും. അതൊക്കെ അറിഞ്ഞൂടാന്നൊന്നും പോലീസുകാരൻ പറയില്ല. നിങ്ങൾ ഒരു കുട്ടി ഒളിച്ചോടി എന്ന് പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോലീസിന് ആ പ്രൊസീജിയർ എന്താണെന്നറിയാം. എങ്ങനെ ഒളിച്ചോട്ടത്തിന് കുട്ടീനെ തിരിച്ചു പിടിക്കാമെന്ന് പോലീസുകാരനറിയാം. നിങ്ങളെ കുട്ടിയുടെ കയ്യിൽ നിന്ന് സിഗരറ്റ് പിടിച്ച് എന്ത് ചെയ്യണമെന്ന് പോലീസുകാരനറിയാം. ഇനി മൊബൈൽ ഫോണിൽ പൈസ നഷ്ടപ്പെട്ടു പോയാൽ അറിഞ്ഞൂടാത്ത പദപ്രയോഗങ്ങളാണ് എങ്കിലും ആ പോലീസുകാരനോട് ഇരിക്കുന്നത്. ഇനി നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം. ശരിയാണോ തെറ്റാണോ? പോലീസുകാരന് അറിഞ്ഞുകൂടാത്ത സൊല്യൂഷൻസ് ഇല്ല. പക്ഷെ ഒരു രക്ഷകർത്താവിന് മക്കൾ നിങ്ങളിപ്പം എന്താ ആ സൊല്യൂഷൻ നിങ്ങൾക്ക് ഇല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം അറിയോ? നിങ്ങളെ ഭർത്താവ് ഇപ്പോൾ ഒളിച്ചോടി, നിങ്ങൾ എന്താക്കുക?
അവിടെ കുത്തിനി ഇങ്ങനെ നിലവിളിക്കാന്നല്ലാണ്ട് കുറച്ചാൾ വിചാരിക്കും പണ്ടാരക്കാലം പോയി രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കും. പക്ഷെ ഭർത്താവ് നഷ്ടപ്പെടണം എങ്കിലേ ഭർത്താവിന്റെ വില മനസ്സിലാവുള്ളൂ. ഭാര്യ നഷ്ടപ്പെടണം അപ്പോഴേ ഭാര്യയുടെ വില മനസ്സിലാവുള്ളൂ. മക്കൾ നഷ്ടപ്പെടണം അപ്പോഴേ മക്കൾക്ക് മക്കളുടെ വില മനസ്സിലാവുള്ളൂ. മക്കള് ഇനി നിങ്ങൾ സ്കൂൾ വിട്ടു വരുമ്പോൾ നിങ്ങളെ മക്കള് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എന്ത് അർത്ഥത്തിലാണ് പറയുന്നത്? അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ പത്രം വായിക്കണം എന്നാണ് ഞാൻ പറയാം. പത്രം വായിക്കണം. നിങ്ങൾ പത്രം വായിക്കാറുണ്ടോ? പത്രം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടില്ല? ആ വീട്ടിന്റെ മുന്നിൽ രാവിലെ വീണ് കിടക്കുന്നുണ്ടാവും ഒരു 4 മടക്കുള്ള സാധനം, അതിന്റെ പേരാണ് പേപ്പർ. അതിങ്ങെടുക്കണം. ഒന്നും പിടിക്കണ്ട, എടുത്തോളി. അതിങ്ങനെ തുറക്കാം, ഇങ്ങനെ തുറക്കാം, എങ്ങനെ വേണമെങ്കിലും തുറക്കാം. തുറക്കലുണ്ടെങ്കിൽ അത് കറുത്ത അക്ഷരങ്ങൾ കൊണ്ട് വളരെ വൃത്തിയിലും വെടിപ്പിലും കുറെ സംഗതികൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് വാർത്ത. ആ വാർത്തകളൊന്ന് വായിക്കണം. ആ വാർത്ത നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് ദിവസവും നിങ്ങൾ പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് നമ്മൾ നല്ലൊരു മനുഷ്യനായി മാറുക. ഇന്നലത്തെ പത്രത്തെ കണ്ടില്ലേ? കള്ളുകുടിച്ചു വന്ന ഭർത്താവിനെ ഭാര്യ ഒലക്കൊണ്ട് അടിച്ചു പോകുന്നു. അതിനുശേഷം എനിക്കിപ്പോൾ പേടിയാണ്. ഒലക്ക ഞാൻ ഒളിപ്പിച്ച്. കാരണം നാളെ ഞാൻ കള്ളുകുടിച്ചു പോകുമ്പോൾ എൻ്റെ ഭാര്യയും തലക്കടിച്ചു കൊല്ലും എന്നുള്ള പേടി എനിക്ക്. അല്ല, ഇപ്പൊ ഞാൻ നോക്ക് എത്ര സേഫായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾ ഇന്നലത്തെ പത്രം വായിച്ചിരുന്ന നിങ്ങളുടെ വീട്ടിൽ എത്ര വയസ്സിലെ കുട്ടിയുണ്ട്? 21 വയസ്സിലെ കുട്ടിയുണ്ടോ? കേരളത്തിന് എറണാകുളം എന്ന് പറയുന്ന ജില്ലയിൽ 21 വയസ്സുകാരി പെൺകുട്ടി കളിച്ചു കൂട്ടിയ അഭിപ്രായങ്ങൾ കണ്ടോ? ആ എറണാകുളത്തുള്ള ഫ്ലാറ്റിൽ ജീവിക്കുന്ന ആ പെൺകുട്ടി, 21 വയസ്സുള്ള പെൺകുട്ടി, നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടി, നല്ല അച്ഛനമ്മ, വിദ്യാഭ്യാസം ഒക്കെ ഉള്ള അച്ഛനമ്മ, പൈസക്കാരനായ അച്ഛനും അമ്മയുടെ കൂടെയും ജീവിക്കുന്ന പെൺകുട്ടി 4 ദിവസങ്ങൾക്ക് മുമ്പാണ് സ്വന്തം ബാത്റൂമിൽ ആരോ കൊടുത്ത ജന്മത്തിനെ പ്രസവിച്ചിട്ടത്. സ്വന്തം ബാത്റൂം യൂട്യൂബിൽ നോക്കി പ്രസവിച്ച കുട്ടി, 2.5 കിലോ തുടുതുടുത്ത ആ കുട്ടി, അച്ഛനും അമ്മയോട് 10 മാസം ഗർഭിണിയായത് അറിഞ്ഞില്ല പോലും. ആ കുട്ടി പ്രസവിക്കുന്ന കുട്ടി അമ്മ അറിഞ്ഞില്ല പോലും, അച്ഛൻ അറിഞ്ഞില്ല പോലും. അങ്ങനെ ആ പെൺകുട്ടി പ്രസവിച്ച പെൺകുട്ടിയില്ലേ, ആ കുട്ടി ആമസോണിന്റെ കവറിൽ ഇപ്പൊ ഈ 2.5 കിലോ കുട്ടിയെടുത്ത് ഫ്ലാറ്റിന്റെ മേലെ നിന്ന് ഒരൊറ്റ ചാട്ടം വേസ്റ്റ് ബോക്സിലേക്ക്. കുട്ടി മരിച്ചില്ലേ? കുട്ടികളില്ലേ? നിങ്ങളുടെ വീട്ടിൽ 21 വയസ്സുള്ള കുട്ടിയില്ലേ? ആ കുട്ടി നാളെ ഇങ്ങനത്തെ ഒരു സംഭവത്തിന് ഉടമയാവില്ല എന്ന് എങ്ങനെ ഞങ്ങൾ പറയാ? എനിക്ക് ആശങ്കയാണ്. എനിക്കതിന് സങ്കടം വന്നാന്ന് അറിയാം. ആ കുട്ടീനെ ആർക്കെങ്കിലും കൊടുക്കാൻ കഴിയും. ഞാനൊരു കുട്ടീനാന്നിട്ട് 5-10 ലക്ഷം റുപ്യ ചെലവാക്കിയിട്ടാണ് ഞാൻ ചികിത്സ എടുത്തിട്ട് ആ കുട്ടി ഉണ്ടായത്. എനിക്കതിന്റെ വിഷമം ശരിക്കും മനസ്സിലാകുന്നത്. അങ്ങനെ ലോകത്ത് കുട്ടികളില്ലാതെ വിഷമിക്കുന്ന എത്രയോ ജന്മങ്ങളുണ്ട്. അപ്പോഴാണ് ആ ജന്മങ്ങൾക്ക് നടുവിലാണ് ഇതൊരു 21 വയസ്സുള്ള കുട്ടിക്ക് സ്വന്തം വയറ്റിൽ പെടുന്ന കുട്ടിയെ മൃഗീയമായി കൊല്ലുന്നത്. ചെറിയ രീതിയിലല്ല കൊല്ലുന്നത്. 21 വയസ്സുള്ള കുട്ടി. ഇതേ സംഭവം തന്നെ കോഴിക്കോട് കഴിഞ്ഞ ഒരു മാസം മുമ്പേ കോഴിക്കോട് പ്രശസ്തമായ ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവിച്ചിട്ട് ഓട്ടോറിക്ഷക്കാരന്റെ കൂടെ ഈ പെൺകുട്ടി ഒറ്റക്ക് തന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു പുഴയുടെ അടുത്തെത്തിയപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ ഇവിടെ നിർത്തും ചെയ്യും, ഞാൻ വേഗം വരാം. അങ്ങനെ ഈ പെൺകുട്ടി ചെറിയ കുട്ടിയെ കൊണ്ട് ഓടിപ്പോയി ആ പുഴയുടെ തീരത്ത് കുഴിയെടുത്ത് ഈ കുട്ടി കയ്യിലിട്ട് മൂടിക്കളഞ്ഞ് ഓട്ടോറിക്ഷ കയറി. ഓട്ടോറിക്ഷക്കാരൻ എന്താ നമ്മൾ ചെയ്തതെന്ന് വെച്ചപ്പോ അവളൊന്നുമില്ല, പോയി ഓട്ടോളി ചെയ്യും. പക്ഷെ ഓട്ടോറിക്ഷക്കാരന്റെ സംശയം തോന്നുന്നു. ഓട്ടോറിക്ഷക്കാരൻ പോലീസിന്റെ നമ്പറിലേക്ക് വിളിച്ചു പറയാം. പോലീസ് നോക്കുമ്പോ ജീവിച്ചു മരിക്കാൻ അല്ലെങ്കിൽ ലോകം കാണാൻ കൊതിക്കുന്ന ആ കുട്ടിയില്ലേ, ശ്വാസം മുട്ടി മരിച്ചു. അതും ചെയ്തത് 22 വയസ്സുകാരി. നിങ്ങളെ ഉഗാണ്ടയിലെ കുട്ടികളൊന്നല്ല ഇത് ചെയ്തത്. സൂക്ഷിക്കണം. അതാണ് എനിക്ക് വിഷയം. അതാണ്. ഇനി എന്റെ കുട്ടി അങ്ങനെ ആ 21 വയസ്സിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ കുട്ടി ഏത് വയസ്സിൽ തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ അങ്ങനെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അത് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ബോധവും അത് തന്നെയാണ്. നമ്മുടെ മക്കൾ നശിക്കാതെ ഒരു മനുഷ്യക്കുട്ടിയായി നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നുള്ള പ്രാർത്ഥന നിങ്ങൾക്ക് ഉണ്ടാവണം. ഡോക്ടറിലാണ് നിൽക്കട്ടെ, ആ കുട്ടി നല്ലൊരു മനുഷ്യക്കുട്ടിയായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാവണം. അതിന് കേരളത്തിലുള്ള ഇപ്പോഴത്തെ സവിശേഷമായ സാഹചര്യം കൂടി നിങ്ങൾ അറിയണം. കേരളത്തിനെ കുറിച്ച് നിങ്ങളൊക്കെ പറയുമ്പോൾ കേരളം വിദ്യാഭ്യാസത്തിൽ 1ാം സ്ഥാനത്താണ്. സാക്ഷരതയിൽ 100% സാക്ഷരത നേടിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏക സംസ്ഥാനം കേരള. അല്ല, മറ്റും നാഗാലാൻഡ് ഉണ്ട്, അങ്ങോട്ടുണ്ട്. ഇങ്ങോട്ട് നമ്പർ 1 സംസ്ഥാനം ഏതാ? കേരളം. വിദ്യാഭ്യാസത്തിൽ 1ാം സ്ഥാനം. ആരോഗ്യത്തിൽ നമ്മൾ 1ാം സ്ഥാനം. അമേരിക്കയിലെ ടെക്സാസ് നഗരത്തിന് സമാനമാണ് പോലും നിങ്ങളെ എൻ്റെ ആരോഗ്യം. മുട്ടുവേദനയൊന്നും നോക്കട്ടേക്ക്. പക്ഷെ 1ാം സ്ഥാനത്ത് നമ്മൾ ആരോഗ്യം. എന്നിട്ട് ആർത്ത മുട്ടുവേദനയെല്ലാം വേറെ ഭീകരമായിരിക്കും.
ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ്. ജനിച്ചാൽ കുട്ടികൾ മരിക്കുന്നില്ല എന്ന് തന്നെ അവിടെ പറയാം. 1-2 കുട്ടികൾ മാത്രം മരിച്ച ചരിത്രം മാത്രമേ മരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പത്രത്തിൽ വലിയ ആഘോഷമാക്കുന്നുണ്ട്. ശരിയല്ലേ? 4-മത്തത് മൊബൈൽ ഫോണിൽ കൊറോണയ്ക്ക് ശേഷം ഡിജിറ്റൽ സംവിധാനത്തെ ബാങ്കിങ്ങിനെ മൊബൈൽ ഫോണിലേക്ക് കൊണ്ടുവന്ന ഏറ്റവും വിപ്ലവം സൃഷ്ടിച്ച സംസ്ഥാനം ഇന്ത്യയിലെ നമ്പർ 1 സംസ്ഥാനം കേരളമാണ്. അങ്ങനെ ഡിജിറ്റൽ സംവിധാനത്തിൽ ഏറ്റവും വൃത്തിയിലും വെടിപ്പിലും മാനാഭിമാനത്തോടു കൂടി ജീവിക്കുന്ന സംസ്ഥാനം കേരളമാണ്. പൗരന് ഏറ്റവും കൂടുതൽ അവകാശങ്ങളെ കുറിച്ച് ബോധമുള്ള ജനങ്ങൾ ഇവിടെയാവുന്നത്. ശരിയാണോ? ആളോഹരി വരുമാനം ഏറ്റവും കൂടുതൽ, അത് കേരളത്തിന്റെ പ്രത്യേകത, ഗൾഫിന്റെ പ്രത്യേകത എന്തോ ആവട്ടെ, ഏറ്റവും കൂടുതൽ ആളോഹരി വരുമാനമുള്ള സംസ്ഥാനം ഏതാ? കേരളമാണ്. അങ്ങനെ എല്ലാ തരത്തിലും നമ്പർ 1 പോലീസ് കേരളത്തിലാണ്. നിങ്ങൾക്ക് പോലീസിനൊന്നും വലിയ വിലയൊന്നുമില്ലെങ്കിലും സ്ത്രീകളെയും കുട്ടികളെയും ഏറ്റവും നല്ലവണ്ണം സംരക്ഷിച്ചതിന് 2023 കാലഘട്ടത്തിൽ 1-ാം നമ്പർ അവാർഡ് കിട്ടിയത് കേരളത്തിലെ DGP കഴിഞ്ഞ ദിവസം അത് വാങ്ങിയത്. കണ്ടില്ലേ നിങ്ങള്? നിങ്ങളെല്ലാം സുരക്ഷിതരാണെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? എന്നാൽ നിങ്ങളും ഞാനും ചർച്ച ചെയ്യപ്പെടാത്ത രണ്ടാമതൊരു വശമുണ്ട് ഇതിന്റെ പിന്നിൽ. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്. വിദ്യാഭ്യാസമുള്ള, ആരോഗ്യമുള്ള, ശിശുമരണ നിരക്ക് കുറഞ്ഞ, എല്ലാ തരത്തിലും ഗംഭീരന്മാർ, നിയമത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ബോധമുള്ള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നു. ഞാൻ എന്റെ സ്റ്റേഷനിൽ നോക്കുമ്പോൾ ആവറേജിൽ ഒരു ദിവസം 2 ആത്മഹത്യയാണ് നടക്കുന്നത്. ദിവസം 2 ആത്മഹത്യ നമ്മളെ ഈ നാട്ടിൽ ഒരു സ്റ്റേഷനിൽ. അങ്ങനെ നോക്കുമ്പോൾ മരിച്ചവൻ തന്നെ പിന്നെയും ആത്മഹത്യ ചെയ്യോ? എന്റെ സംശയം എന്താ, നിങ്ങളെപ്പോ ആത്മഹത്യയാണ്? അങ്ങനെ 2 കഴിഞ്ഞ് പിന്നെ നിങ്ങളിൽ ഒരു ദിവസം വരുമല്ലോ. നിങ്ങൾ ആത്മഹത്യ ഇല്ലെന്ന് ആരാ വിശ്വസിച്ചത്? എനിക്ക് പേടിയില്ല. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത്. അതിന് 2-മത്തെ ബീഗം അവിടെയാണ് നമ്മളെ വിഷയം. അതാണ് ഈ ആത്മഹത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് കുട്ടികളാണ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്. അതിന് കണ്ണൂർ ജില്ലയാണ് 1-ാം സ്ഥാനം. നമ്മൾ വിട്ടുകൊടുക്കരുത്. നമുക്ക് 1-ാം സ്ഥാനം പിടിക്കണം. നിങ്ങളുടെ സഹകരണം നമുക്ക് വേണം. നിങ്ങൾ ഉണ്ടാവുമല്ലോ. നിങ്ങളെ കുട്ടികൾ മരിക്കൂലെന്ന് നിങ്ങൾ വിചാരിക്കണം. ഈ താമരശ്ശേരിയല്ലേ കഴിഞ്ഞ ഒരു മാസം മുമ്പേ ആ 15 വയസ്സുകാരി പെൺകുട്ടിയും ഒരു ചെക്കനുമല്ലേ ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ തൂങ്ങി മരിച്ചത്, വീട്ടിന്റെ ഉള്ളിൽ. കല്യാണം കഴിക്കാൻ സമ്മതിക്കാൻ 5 വയസ്സുള്ള കുട്ടിയെ കല്യാണം കഴിക്കാൻ മുട്ടിയ നാട് നിങ്ങളെ നാടല്ലേ? ഇനി നിങ്ങളെ നാട്ടിൽ തന്നെയല്ലേ കഴിഞ്ഞ ദിവസം 5 വയസ്സുകാരൻ ടൂറിന് വിടാത്തതിന് തൂങ്ങി മരിച്ചത്? കഴിഞ്ഞ ഫെബ്രുവരിയിൽ 5 വയസ്സ് 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെക്കൻ. അവൻ മരണക്കുറിപ്പിൽ എഴുതി വെച്ചാൽ എന്നെ ടൂറിന് വിടാത്തതിൽ പ്രതിഷേധിച്ച് ഞാൻ മരിക്കുന്നു. ഈ വാർത്ത പത്രത്തിൽ വായിച്ച എന്റെ 92 വയസ്സുള്ള അമ്മേന്റെ ചിരിങ്ങൾ കാണണേ. എന്നിട്ട് അമ്മ 5-ാം ക്ലാസ്സിലെ ചെക്കൻ മരിച്ച ഞങ്ങൾ ചിരിക്കുവാണോ ചോദിച്ചപ്പോ എന്റെ അമ്മ പറയുന്നത് അതിനല്ല ഞാൻ ജീവിച്ചത്. അങ്ങനെ ടൂറിന് വിടാൻ മരിക്കുകയായിരുന്നുവെങ്കിൽ ഇനി മരിച്ച് വീട് നിറച്ചും തൂങ്ങിയ ആളാണല്ലോ. എന്റെ അച്ഛൻ എന്നെ 1-ാം ക്ലാസ് ഡിഗ്രിക്ക് വരെ ടൂറിന് വിട്ടിട്ടില്ല. ഞാനും ആലോചിച്ചാൽ ഞാൻ എന്തിനൊപ്പം മരിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ എനിക്ക് നല്ലോണം മരിക്കുമോ മുട്ടിയിരുന്നു. മരിക്കാതിരിക്കാൻ എന്താണ് കാരണം എന്ന് ഞാൻ ചിന്തിച്ചപ്പോ മരിക്കാതിരിക്കാൻ കാരണം എൻ്റെ അച്ഛനായിരുന്നു. എൻ്റെ 1-ാം ക്ലാസ്സിലെ മാഷക്കുൾപ്പെടെ അതിൽ വലിയ പങ്കുണ്ട്. ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്നത് അന്നത്തെ സൂപ്പി മാഷ് ദൈവമാണ്. എൻ്റെ അച്ഛനാണെങ്കിൽ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുവിടാത്ത ചങ്ങായി എൻ്റെ അച്ഛൻ. 4-ാം ക്ലാസ് വരെ എൻ്റെ ചങ്ങായി നല്ല കണ്ട എന്നെ സൈക്കിളിൽ കൊണ്ടുപോകുന്നു, മുട്ടായി വാങ്ങിച്ചേർന്നു. 4-ാം ക്ലാസ് 5-ാം ക്ലാസ്സിലെത്തിയപ്പോൾ അച്ഛൻ്റെ സ്വഭാവത്തിൽ മാറ്റം. നമ്മളെ റേഞ്ചിലേക്ക് വരുന്നില്ല ചങ്ങായി. പൈസ ചോദിച്ചാൽ തരൂല, സന്ധ്യക്ക് വീട്ടിൽ വരണം പോലും. ഇങ്ങനെ വലിയ ഉടായിപ്പല്ലേ എൻ്റെ റേഞ്ച്. ഞാൻ അച്ഛനെ വെച്ചങ്ങ് അടിയങ്ങായി. ഞാൻ വിചാരിച്ച അച്ഛനെ ഇനി ഒരിക്കലും, അത് തന്നെയാണ് എൻ്റെ വിഷയം. പിന്നീട് ഞാൻ നോക്കുമ്പോ ഇപ്പം നോക്കുമ്പോ ഇല്ലേ എൻ്റെ അച്ഛന്റെ വില മനസ്സിലായപ്പോ പറയുന്നത് ഞാനൊരു അച്ഛനായപ്പോൾ അത് അങ്ങനെ എനിക്ക് ജീവിക്കുന്നത്. ചങ്ങ ദൈവം. എനിക്ക് ആകെ 2 എണ്ണമുള്ളൂ, 4-ാം ക്ലാസ്സും 7-ാം ക്ലാസ്സും. എൻ്റെ അച്ഛൻ 6 മക്കളുണ്ടായിരുന്നു. ഈ 6 എണ്ണത്തിന് എങ്ങനെ പോറ്റിന്ന് എനിക്ക് ഒരു തരത്തിലും മനസ്സിലാകുന്നില്ല. ഈ 2 എണ്ണത്തിന് എങ്ങനെ പോറ്റണം എന്ന് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. അതാണ് ഞാനും എൻ്റെ അച്ഛനും തമ്മിൽ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അച്ഛൻ എനിക്ക് നൽകിയ നന്മകൾ എനിക്ക് അന്ന് തിന്മകളായിട്ടാണ് തോന്നിയത്. അതെൻ്റെ മക്കൾക്ക് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഞാനൊരു അച്ഛനല്ല എന്ന് വിശ്വസിക്കുന്ന പോലീസാണ്. അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞു പോയ നന്മകളെ നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, നിങ്ങൾ നല്ല മനുഷ്യന്മാരാട്ടോ. ചായ കണ്ട അവിടെ എല്ലാം തീർന്നു. നിങ്ങളെ നന്മയും എല്ലാം പോയി. നിങ്ങൾക്ക് അത്രയേ ഉള്ളൂ. നമുക്കൊരു ചായ ഉണ്ടാ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. എന്തായാലും
നമുക്ക് ഞാൻ പറഞ്ഞു വന്നത് ആത്മഹത്യ കുട്ടികൾ, നിങ്ങൾ വേറെ എന്തെങ്കിലും ആത്മഹത്യ കേട്ടിട്ടുണ്ടോ? ചൊക്ലി പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം മരിച്ചത് 7 വയസ്സിൽ 7ാം ക്ലാസ് പഠിക്കുന്ന ചെക്കനാണ് പേരുമ കെട്ടിത്തൂങ്ങി മരിച്ചത്. വളയം പോലീസ് സ്റ്റേഷനിൽ 9ാം ക്ലാസ്സിലെ കുട്ടി 3 പേജിൽ എഴുതി വെച്ചിട്ടാണ് കുട്ടി വിഷം കുടിച്ച് മരിച്ചത്. ആ 3 പേജ് ഞാൻ പ്രിൻസിപ്പൽ ഹെഡ്മാസ്റ്റർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതെന്റെ മുമ്പിലിരിക്കുന്ന എല്ലാ അമ്മമാരും ആ 9ാം ക്ലാസ്സിൽ കുട്ടി എഴുതിയ ആ 3 പേജ് ആത്മഹത്യക്കുറിപ്പ് വായിക്കണം. അത് വായിക്കുന്നില്ലേ, നോക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ആ കാരണത്തിന്റെ പേരിൽ ആ കുട്ടി മരിച്ചെന്ന് അറിയുമ്പോൾ നമുക്ക് വല്ലാണ്ട് പേടിയാവും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ആ കുട്ടിയുടെ മരണക്കുറിപ്പ് വായിക്കണം. രണ്ടാമത് നമ്മള് തലശ്ശേരി ബോർഡറിൽ 10ാം ക്ലാസ്സിലെ കുട്ടി ആ പുഴയിൽ ചാടി മരിച്ചു. എല്ലാവരും കാണിക്കാൻ പുഴയിൽ ചാടി മരിച്ചു. ഒരമ്മ പുറകെ ഓടുന്നത് ആളുകൾ കേട്ടോ. അപ്പോഴെല്ലാവരും പറഞ്ഞു അമ്മ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിയതിലാണ് ആ കുട്ടി മരിച്ചത്. ആ പോലീസ് ആ കേസ് അന്വേഷിച്ച് നോക്കുമ്പോൾ മനസ്സിലായെന്നറിയോ? ആ പെൺകുട്ടി പുഴയിലേക്ക് വീണ് തുള്ളി മരിച്ചത് ആ പെൺകുട്ടിയുടെ കാമുകൻ ആ പെൺകുട്ടിയെ വേണ്ട, എനക്കിന്നെ വേണ്ട എന്ന് പറഞ്ഞ ദേഷ്യത്തിലാണ്. 10ാം ക്ലാസ്സിലെ കുട്ടി, 15 വയസ്സുള്ള കുട്ടി. പോലീസ് പിന്നാമ്പുറങ്ങളിലേക്ക് പരിശോധിച്ച് നോക്കുമ്പോ ആ പെൺകുട്ടിക്ക് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പ്രണയമുണ്ടായിരുന്നു. നിങ്ങളെ മക്കളിപ്പോ എത്രയല്ല പഠിക്കുന്നത്? എങ്കിൽ നിങ്ങളെ മക്കൾക്ക് ആ മക്കളെ പോലെ പ്രണയം മുട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. രണ്ടാമത്തെ മരണം 1ാം ക്ലാസ്സിലെ കുട്ടി കോഴിക്കോട് ബോർഡറിൽ കഴിഞ്ഞ ദിവസം ബാത്റൂമിന്റെ ഷവറിന്റെ മേലെയാ കെട്ടിത്തൂങ്ങി മരിച്ചത്. എത്രാം ക്ലാസ്സിലെ കുട്ടി? 1ാം ക്ലാസ്സിലെ കുട്ടി. എത്രയാ വയസ്സ്? എത്ര? 6 വയസ്സിലെ കുട്ടി. എല്ലാവരും പറഞ്ഞു ആരോ തച്ച് കെട്ടി തൂക്കിയതാന്ന്. പോലീസ് ശാസ്ത്രീയമായി അന്വേഷിച്ച് നോക്കുമ്പോൾ മനസ്സിലായത് ആ കുട്ടീനെ ആരും കൊന്നു തൂക്കിയതല്ല. ആ കുട്ടി സ്വമേധയാ ഈ മരണം തെരഞ്ഞെടുത്തതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന റേഞ്ചിലല്ല നമ്മളെ മക്കള്. നിങ്ങൾ വിചാരിക്കുന്ന ഒരു റേഞ്ചിലല്ല. മക്കളുടെ ചിന്തകളും അവരുടെ പ്രവർത്തനങ്ങളെല്ലാം മാറിപ്പോയി. അത് ആ മാറ്റം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ച്. അതല്ലാണ്ട് എൻ്റെ എല്ലാം കാലത്ത് എഴുന്നള്ളിക്കുവാനാണെങ്കിൽ നിങ്ങൾ പരാജയപ്പെടും. ഇവിടെ മക്കളെ ഒരു കാരണവശാലും കുറ്റം ചെയ്യുന്നത്. രണ്ടാമത്തത് നിങ്ങളുടെ നാട്ടിൽ തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്താണല്ലോ കുന്നമംഗലം. ഈ റോഡും കൂടി പോയാൽ കുന്നമംഗലത്തെത്തും. കുന്നമംഗലത്തുള്ള 8ാം ക്ലാസ്സിലെ കുട്ടിയാണ് കഴിഞ്ഞ ദിവസം ഫാനിന്റെ മേലെ കെട്ടിത്തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത്. ഭാഗ്യത്തിന് ഫാൻ ഉറപ്പുള്ളതുകൊണ്ട് കുട്ടി പൊരിഞ്ഞ് താഴെ വീണു. ഫാന് മരിച്ചില്ല. ആ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വാർഡിൽ കിടക്കുന്നുണ്ട്. ആ കുട്ടിയോട് കൂടെ ഒന്ന് സംസാരിക്കണം. ഞാൻ സംസാരിച്ചു. ആ കുട്ടി എന്തിനാ മരിക്കാൻ ശ്രമിച്ചതെന്ന് ചോദിച്ചു നോക്കുന്നത്. ആ കുട്ടിക്ക് ആരോ ഒരു മുട്ടായി കൊടുത്തപ്പോ ആ കുട്ടായി വയനാട് മഴ പെയ്തപ്പോ കുറെ സ്കൂള് ലീവായപ്പോ ഈ കുട്ടിക്ക് ആ മുട്ടായി കിട്ടാതായപ്പോ എന്ത് ചെയ്യണം എന്നറിയാതെയാണ് പോലും, കുട്ടിക്ക് വെപ്രാളമായിട്ടാണ് പോലും കുട്ടി ആത്മഹത്യ ശ്രമിച്ചത്. കുറ്റ്യാടിയുള്ള 13 വയസ്സുകാരി പെൺകുട്ടി ഉടുതുണിയില്ലാതെ കുറ്റ്യാടി ടൗണിലൂടെ ഓടുന്നത് നിങ്ങളൊന്ന് കാണണം. എന്തിനാണെന്ന് ചോദിച്ചപ്പോ എന്തോ ഒരു സാധനം ഏട്ടൻ തന്നപ്പോ ഇപ്പൊ സാധനം കിട്ടാതായപ്പോ എനിക്ക് ഇങ്ങനെ തോന്നുന്നു എന്നാ കുട്ടി പറഞ്ഞത്. ഇതൊക്കെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ചെറിയ ചെറിയ സംഭവങ്ങളാണ്. ഈ സംഭവങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരാതിരിക്കണമെങ്കിൽ നിങ്ങളാണ് ജാഗ്രതയോടിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് മനുഷ്യന്മാർക്ക് വേണ്ട ബോധം എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നിങ്ങളെ മക്കള് ഇന്ന് തൊട്ടിട്ട് മക്കളായി കാണാൻ കഴിയണം. നിങ്ങളെ മക്കള് അത് സന്തോഷ് ജോർജ് കുളങ്ങരയോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. 153 രാജ്യങ്ങൾ സന്ദർശിച്ച സന്തോഷ് ജോർജ് കുളങ്ങരയോട് ചോദിച്ചു, സന്തോഷ് ജോർജ് കുളങ്ങര കേരളത്തിലെ കുട്ടികളെന്താ ഇങ്ങനെയായിപ്പോയത്? പറഞ്ഞാൽ കേൾക്കാത്ത എന്താണ്, ബഹുമാനം ഇല്ലാത്ത എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞെന്താ അറിയോ? ഒരിക്കലും നിങ്ങൾ മക്കൾ അങ്ങനെ പറയരുത്. കാരണം എന്താ അറിയോ? ആള് പറഞ്ഞ മറുപടി, നമ്മളെ മക്കൾ ഏത് വയസ്സിൽ സ്കൂളിൽ പോകാൻ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറ. നിങ്ങൾ മിണ്ടൊന്നുമില്ല. യെസ്, 4ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 4 വയസ്സിൽ അല്ലെങ്കിൽ 3 വയസ്സിൽ. പ്രീ KG ഉണ്ടെങ്കിൽ 3 വയസ്സിൽ തുടങ്ങും, അംഗനവാടി 4 വയസ്സിൽ തുടങ്ങും, മദ്രസ 4 വയസ്സിൽ തുടങ്ങും. ശരിയാണല്ലോ? അങ്ങനെ 4 വയസ്സ് മുതൽ സ്കൂളുകളിൽ അല്ലെങ്കിൽ അംഗനവാടിയിൽ മദ്രസയിൽ പഠനം തുടങ്ങുന്ന ഒരു കുട്ടി 17 വയസ്സ് കഴിഞ്ഞ് +2 എല്ലാ വിഷയത്തിലും A+ന്റെ സർട്ടിഫിക്കറ്റുമായി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഈ 14 കൊല്ലം സ്കൂളിൽ പഠിച്ചു എന്നുള്ളത് സത്യമാണല്ലോ. ഈ 14 കൊല്ലം സ്കൂളിൽ നിന്ന് പഠിച്ചത് ഒരു കുട്ടിക്ക് കള്ള് കുടിച്ചാൽ കരള് കത്തിപ്പോകും അല്ലെങ്കിൽ തലച്ചോറ് നശിച്ചു പോകും എന്നുള്ള ഒരു ബോധം ഈ തലച്ചോറിന് പറഞ്ഞു കൊടുക്കുവാൻ വിദ്യാഭ്യാസത്തിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ
അച്ഛനും അമ്മയ്ക്കും കഴിഞ്ഞിട്ടില്ല എങ്കിൽ, നമ്മുടെ സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ കുട്ടി നന്നാവണമെന്ന് നിങ്ങൾ എന്തിനാണ് പറയുന്നത്? ഈ റോഡിലൂടെ എങ്ങനെ നടക്കണമെന്ന് ഈ 17 വയസ്സുകാരൻ പഠിച്ചിട്ടില്ല എങ്കിൽ, ഈ റോഡിൽ 18 വയസ്സ് കഴിയാത്ത ഒരു മനുഷ്യനും മോട്ടോർ വാഹനങ്ങൾ ഓടിക്കരുത് എന്നുള്ള ബോധം ഈ 17 വയസ്സുകാരന്റെ തലച്ചോറിലേക്ക് കൊണ്ടുകൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനാണ് കുട്ടി സ്കൂളിൽ പോയത്? അച്ഛനെയും അമ്മയെയും ബഹുമാനിക്കണമെന്ന്, ഇന്ത്യയിലെ ഭരണഘടനയെ ബഹുമാനിക്കണമെന്ന്, അംഗീകരിക്കണമെന്നുള്ള ബോധം ഈ കുട്ടിയുടെ തലച്ചോറിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനാണ് കുട്ടി സ്കൂളിൽ പോയത്? A+ വാങ്ങാനാണ്. A+ വാങ്ങിയിട്ട് കാര്യമുണ്ടോ? നിങ്ങളെ മക്കളെ മനുഷ്യനാക്കി പോറ്റേണ്ട ബാധ്യത നിൽക്കുന്നുണ്ട്. ഇനി എല്ലാ കുട്ടികളും അങ്ങനെയാണെന്ന് പറയുന്നില്ല. ജനുവരി 1-ാം തീയതി പത്രത്തിൽ ഈ 2 വാർത്ത വന്നത്. 6 വയസ്സുള്ള കുട്ടി തൂങ്ങി മരിച്ച വാർത്തയും 1-ാം തീയതി പത്രത്തിലുണ്ട്. രണ്ടാമത്തെ വാർത്ത 10-ാം ക്ലാസ്സിലെ ചെക്കൻ ഒരു 6 പശുക്കൾ മരിച്ചുപോയൊരു വാർത്ത ഉണ്ടായിരുന്നു ജനുവരി 1-ാം തീയതി പത്രത്തിൽ. വായിച്ചു നോക്കുന്നത്. 6 പശുക്കൾ മരിച്ചു. ആരെ പശുവാ മരിച്ചു പോയത്? 10-ാം ക്ലാസ്സിലെ ചെക്കന്റെ പശുവാ മരിച്ചു പോയത്. എങ്ങനെയാ ചെക്കൻ എത്ര പശുവുണ്ട്? 16 പശുക്കളുണ്ട് 10-ാം ക്ലാസ്സിലെ ചെക്കന്. ആ 10-ാം ക്ലാസ്സിലെ ചെക്കന് പശുക്കൾ എങ്ങനെ വന്നു എന്ന് ചോദിച്ചപ്പോ ഈ ചെക്കന്റെ അച്ഛന് പശുവിനെ പോറ്റലായിരുന്നു പണി. ആ കുടുംബം വളരുന്നത് ഈ പശുവിന. അന്ന് അച്ഛന് 5 പശുവിനുള്ളൂ. ഈ 5 പശുക്കളെ പോറ്റിയിട്ടാണ് ആ മനുഷ്യൻ ഈ ഭാര്യനെയും 2 മക്കളെയും പോറ്റിയത്. 7-ാമത്തെ വയസ്സ് 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഈ ചെക്കന്റെ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ആ ശവമൊക്കെ അടക്കിയപ്പോ അമ്മ ഇങ്ങനെ കരഞ്ഞു, എങ്ങനെയാണ് എന്റെ കുടുംബം മുന്നോട്ട് പോവുക, നമ്മൾ എന്താ ചെയ്യുക? പറക്കമുറ്റാത്ത കുട്ടികളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച അമ്മ കരഞ്ഞപ്പോ ഈ 7-ാം ക്ലാസ്സിലെ ചെക്കൻ അമ്മേനെ സമാധാനിപ്പിക്കുക. അമ്മ എന്തിനമ്മ പേടിക്കുന്നത്? ഞാനില്ലേ? 7 വയസ്സിലെ ചെക്കൻ, 7-ാം ക്ലാസ്സിലെ ചെക്കൻ, പശുവിനെ ഞാൻ പോറ്റു അമ്മ. അച്ഛൻ എന്നെ 1-ാം ക്ലാസ് മുതൽ പശുവിന്റെ കൂടെ നടത്തിച്ചിട്ടില്ലേ? പശുവിനെ കറക്കം തന്നെ കറന്നൂടെ? പശുവിനെ എങ്ങനെ പോറ്റണം എന്ന് എനിക്കറിയാം, ഞാൻ പോറ്റും പശുവിനെ. അമ്മ ഒന്ന് തള്ളിത്തരണം പുറകിൽ നിന്ന്. 7-ാം ക്ലാസ്സിലെ ചെക്കൻ പറ. അങ്ങനെ ആ അച്ഛനും അമ്മയും കൂടി ഈ 6 പശുക്കളെ പോറ്റാൻ തുടങ്ങി. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെക്കനും അമ്മയും അച്ഛനും, മക്കളും, ഓരോരു പെങ്ങളും. 9-ാം ക്ലാസ്സിലെത്തുമ്പോഴേക്ക് ഈ ചെക്കനില്ലേ 6 പശുക്കളിൽ നിന്ന് 13 പശുക്കളാക്കി ആ പശുവിനെ കൂട്ടിക്കൊണ്ടുവന്നു. വാങ്ങിച്ച ഏറ്റവും നല്ല പശുക്കളെ. 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കേരളത്തിലെ ഏറ്റവും നല്ല ക്ഷീര കർഷകരുടെ അവാർഡ് ഈ ചെക്കന് കിട്ടുന്നത്. ഇവിടുത്തെ സകല തലതൊട്ടപ്പന്മാരായ പശു വളർത്തുന്നവരൊക്കെ തോൽപ്പിച്ചുകൊണ്ട് 9-ാം ക്ലാസ്സിലെ കുട്ടി കേരളത്തിലെ ഏറ്റവും മികച്ച ക്ഷീര കർഷകനെ. അറിയോ നിങ്ങള്? 10-ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും ആ ചെക്കനില്ലേ പശുക്കളുടെ എണ്ണ 20 ചില്ലാനുമാക്കി മാറ്റി. നിങ്ങളെ ചെക്കൻ പഠിക്കുന്നില്ല എന്നാണ്. 10-ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നപ്പോ ആ സ്കൂളിൽ ഏറ്റവും മികച്ച A+ നേടിയത് ആ ചെക്കൻ. എല്ലാ വിഷയത്തിലും A+. നമ്മളെ മക്കൾക്ക് A+ അല്ലേ കിട്ടിയിട്ടുള്ളൂ. ആ ജില്ലയിലുള്ള സ്കൂൾ യുവജനോത്സവത്തിൽ 2 സ്വർണ്ണ ചെക്കൻ ഈ സംസ്ഥാനത്തിന് വേണ്ടി വാങ്ങിയിട്ടുള്ളൂ. അങ്ങനെ സ്പോർട്സിലും പഠിപ്പിലും സ്വന്തം കുടുംബത്തെയും പോറ്റി ആത്മാഭിമാന ബോധമുള്ള 10-ാം ക്ലാസ്സുകാരുടെ നാട് കൂടിയാ കേരളം. അങ്ങനെ കുട്ടികളെ കുറ്റപ്പെടും. എന്തുകൊണ്ടാ ആ ചെക്കന് അങ്ങനെ ഒരു ആത്മാർത്ഥതയോടുകൂടി കുടുംബത്തെ പോറ്റാൻ തോന്നിയത്? പറ. ആ കുട്ടിക്ക് ഉത്തരവാദിത്ത ബോധം കൊടുക്കേണ്ടി വന്നു. ആർക്ക്? അച്ഛനും അമ്മയ്ക്കും. അവൻ ഏറ്റെടുക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ് അവൻ ഏറ്റെടുക്കാൻ പറ്റിയത്? അച്ഛനും അമ്മയും അവന്റെ അച്ഛന്റെ അമ്മേന്റെ തൊഴിൽ ഈ ചെക്കനെ ആദ്യമേ ചേർത്ത് പിടിച്ചത് കൊണ്ട്. അവിടെ എല്ലാ കുട്ടികളും ഉപകാരമില്ലാത്ത നിങ്ങൾ വിചാരിക്കണ്ട. ഉത്തരവാദിത്തമുള്ള കുട്ടികളെല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ട്. മകളെ മക്കൾ എന്തൊക്കെ കൊണ്ടതെന്ന് ആലോചിച്ച് നോക്ക്. ആ 10-ാം ക്ലാസ്സിലെ ചെക്കൻ 22 പശുക്കൾ കേരളം മുഴുവൻ അവനെ ചേർത്ത് പിടിച്ചത് അതുകൊണ്ട് തന്നെയാണ്. ഇനി വേണ്ട, പ്രജ്ഞാനന്ദ എന്ന് പറഞ്ഞൊരു ചെക്കനുണ്ട് ഇന്ത്യയിൽ, കേട്ടിട്ടുണ്ടോ? ചെസ് കളിച്ച് ജയിച്ച അവന്റെ അച്ഛനങ്ങളെ കോടീശ്വരനാണ്. ഒരു സാധാ സർവീസ് സാറിന്റെ ബാങ്കിൽ ഉദ്യോഗസ്ഥനായാണ്. അദ്ദേഹത്തിന് നടക്കാൻ കഴിയില്ല. അമ്മ ലക്ഷ്മിയാണ് ഈ അച്ഛനെ എടുത്തുകൊണ്ട് ദിവസവും ബാങ്കിൽ കൊണ്ടുപോകുന്നത്. അറിയുള്ളൂ. ഇത് കണ്ടു വളരുന്ന ഈ വൈശാലി എന്ന് പറയുന്ന പെങ്ങളും ഈ പ്രജ്ഞാനന്ദ അല്ലെ, ഇവർ 2 പേരും 2 കുട്ടികൾ. അച്ഛനെ രാവിലെ ഈ അമ്മ എടുത്തിട്ട് ബാങ്കിൽ കൊണ്ടാക്കണം. ബൈക്കൊന്നും പോകാൻ പൈസ ഇല്ല. ഈ കുട്ടികൾ ഒരു സ്കൂളിലെ ഒരു ക്ലാസ്സിൽ മൊബൈൽ ഫോൺ കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികൾ നശിച്ചു പോകുമെന്നുള്ള പാഠം ഉൾക്കൊണ്ട ഈ ലക്ഷ്മി എന്ന് പറയുന്ന അമ്മയില്ലേ, ഈ കുട്ടികളെ മൊബൈൽ ഫോണിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി, ഭ്രാന്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി വൈശാലി എന്ന് പറയുന്ന പെൺകുട്ടീനെ ചെസ് കളിക്കാൻ വിട്ടു ചെറുപ്പത്തിൽ. പക്ഷെ ആ ചെസ് കളിക്കാൻ വേണ്ട ഫീസ് കൊടുക്കാൻ ആ അമ്മയും അച്ഛനും വല്ലാണ്ട് ബുദ്ധിമുട്ടി. അങ്ങനെ ഈ ചെക്കന് പുറകെ പോയി. അങ്ങനെ 12-ാമത്തെ വയസ്സെത്തുമ്പോഴേക്കും പ്രജ്ഞാനന്ദ എന്ന് പറയുന്ന ചെക്കൻ ഇന്ത്യയിലെ ഗ്രാൻഡ് മാസ്റ്ററായി. അറിയുന്നത് രാജ്യത്തിന്റെ അഭിമാനം. നിങ്ങളെ മക്കൾ 12 വയസ്സില്ല എന്തായി?
ഇപ്പോ നിങ്ങളെ ഉപദ്രവിക്കുക തന്നെ പച്ച ഇങ്ങോട്ട് പൈച്ച. നമ്മളെ സാമ്പത്തിക സ്ഥിതി അറിയാതെ നമ്മൾ ഉപദ്രവിക്കുക. ശരിയാണല്ലോ, ആ കുട്ടിക്ക് അത് ഉപദ്രവിക്കുന്നതെന്ന് തോന്നിയിട്ടില്ല. രണ്ടാമത്തെ കുട്ടി വേറെ ആരാകുന്നത് അങ്ങനെ 13-ാമത്തെ വയസ്സിൽ സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുന്നത്. മെസ്സി 10ാം ക്ലാസ്സൊന്നും പഠിച്ചിട്ടില്ല, 15 വയസ്സാകുമ്പോഴേക്ക് ദേശീയ ടീമിൽ കയറി വന്നു. അങ്ങനെ വിജയിച്ച എല്ലാ മനുഷ്യന്മാരും. ഇപ്പൊ ഷാറൂഖ് ഖാൻ ജനിച്ചത് ഭയങ്കര ബംഗ്ലാവിലാണോ? ബോംബെയിലെ തെരുവുകളില്ല ഷാറൂഖ് ഖാൻ ജനിച്ചു വീണത്. അറിയുമ്പോൾ ഇന്ത്യയിലെ IM വിജയൻ, കേരളത്തിലെ ഫുട്ബോളിന്റെ മുത്ത് എന്നറിയപ്പെടുന്ന IM വിജയൻ തെരുവുകളിലാണ് ജനിച്ചു വളർന്നത്. അറിയുന്നത് അവരൊക്കെ അധ്വാനിച്ചിട്ടാണ് ഈ പോസ്റ്റിലെത്തിയത്. അങ്ങനെ ഉത്തരവാദിത്തമുള്ള മനുഷ്യന്മാരായ ജീവിതത്തിൽ എപ്പോഴും സക്സസ് ആയിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ മുമ്പിലിരിക്കുന്ന രക്ഷാകർത്താക്കൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഉത്തരവാദിത്തം കൊടുത്തിട്ടുണ്ടോ എന്നാണ്. നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ അതിൻ്റെയൊക്കെ എന്തിനാ കൊടുത്തത്? അത് പറ. ആദ്യം നിങ്ങൾ കൊടുത്തതെല്ലാം മക്കളെ നശിപ്പിക്കുന്ന സാധനങ്ങളാണ്. ഷവർമ്മ ഷവർമ്മ എന്ന് പറയുമ്പോൾ ഷവർമ്മ എൻ്റെ ഒന്നും കാലത്തില്ലേ എന്ന് പറഞ്ഞ് ഈറ്റലി കൂട്ടിക്കൊണ്ടുപോയിട്ട് ഷവർമ്മ തിന്നോളി, എപ്പം ചത്ത് നോക്കിയാൽ മതി. നിങ്ങളെ മക്കളെ നിങ്ങൾ ഇതുവരെ ലൈബ്രറിയിൽ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടോ? നിങ്ങൾ ഇതുവരെ മക്കളെ കൂട്ടിയിട്ട് ലൈബ്രറിയിൽ പോയിട്ടുണ്ടോ? ഒരു ബുക്ക് ഇതുവരെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ ആ കുട്ടികൾക്ക്? ആഴ്ചയിൽ പാഠപുസ്തകത്തിനപ്പുറം ഒരു പുസ്തകം നിങ്ങളെ മക്കളെ കൊണ്ട് വായിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങളെ ഇനി അച്ഛനും അമ്മന്നും പറഞ്ഞു പോരും. മനസ്സിലായില്ലേ? കുട്ടിയൊക്കെ ഒന്നും തോന്നൂല. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട സംഗതി മക്കളെ നിങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ കല്യാണത്തിന് പോകുമ്പോ ആകുന്നത്ര പവർഫുൾ ആയിട്ട് ഇങ്ങനെ സെൽഫി, ഞാനും മക്കളും കല്യാണം ഇങ്ങനെ ഇങ്ങനെ എഴുന്നള്ളിച്ച് നടക്കുക. ശരിയാണോ? ശരിയാണോ? ഇങ്ങനെ എഴുന്നള്ളിച്ച് നടക്കുക. അത് അവിടെയാണ് ഞാനല്ല ഇവിടുത്തെ വിദഗ്ധന്മാർ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ്. നമ്മൾ ശരിക്കും നമ്മൾ പഠിക്കേണ്ടതെന്നറിയോ? എങ്ങനെ കുട്ടികളെ പോറ്റണം നമ്മൾ ശരിക്കും പഠിക്കണം. അതിനെന്താ എന്താ പ്രശ്നം അറിയോ? നമ്മളെ മക്കൾ എന്താ പോറ്റിക്കൂടെ? എന്റെ അമ്മ പോറ്റിക്കില്ലേ, ഓൻ പോറ്റുന്നില്ല എന്ന് നിങ്ങൾ തോന്നും. ഈ മനുഷ്യന്മാർ രണ്ട് തരത്തിലാണ്. ഇപ്പം ലോകത്ത് മനുഷ്യന്മാർ രണ്ട് തരത്തിലാണ്. നിങ്ങൾക്കെല്ലാം 30 വയസ്സിന് മേലെയായല്ലോ. 30 വയസ്സിന് മേലെയായില്ലേ? അല്ല 25? അത് പറയൂല, പ്രായം ചോദിച്ചാൽ ഞങ്ങൾ പറയൂല എന്ന് എനിക്കറിയാം. 20 ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഒരു സമാധാനം കേട്ടാ. 20 തന്നെ പറയാൻ ചെയ്യും, അത്രയല്ലേ തോന്നുന്നു. ഇത് നമ്മളെ വിഷയം. എന്തായാലും ഈ 25 വയസ്സുള്ള മനുഷ്യന്മാരെയും ഇന്നത്തെ മക്കളുടെയും പ്രത്യേകത എന്താ പറയുന്നത്? നിങ്ങളും ഞാനും ഈ ലോകത്തെ അഭ്യർത്ഥികളാണ്. നമ്മൾ മൊബൈൽ ഫോൺ കാണുന്നത് ഏത് വയസ്സിലാ? മൊബൈൽ ഫോൺ കാണുന്നത് ഒരു 15-ാമത്തെ വയസ്സിലാണ്. നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാവും. ഞാൻ എന്റെ 28-ാമത്തെ വയസ്സിലാണ് ഫോൺ കണ്ടത്. ശരിയാണോ തെറ്റാണോ? അതിന്റെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പം മര്യാദയ്ക്ക് അറിയാമോ എന്ന് വെച്ചാൽ ഞെക്കുക, വിളിക്കുക, കട്ടാക്കുക. ഇതിലപ്പുറങ്ങൾക്ക് എന്തൊക്കെ അറിയാമോ? ഇല്ല. എന്നാൽ നിങ്ങളെ മക്കൾ, നിങ്ങൾ ഈ സ്കൂൾ പഠിക്കുന്ന മക്കളുണ്ടല്ലോ, അവര് ജനിച്ചു വീണത് ഈ ഫോണിന്റെ ഉള്ളിലാണ്. ആരോ പറയുന്നത് സെൽഫി എടുത്തോണ്ടായിട്ട് വന്നേ. ഇങ്ങനെ കുട്ടികൾ വല്ലാതെ ഉയർന്ന നിലവാരത്തിലാണ്. ശരിയാണോ? നമ്മളാണെങ്കിൽ ആ ലോകത്തെ കുറിച്ച് ഒരു കുന്തവും പഠിച്ചിട്ടില്ല. ഈ ഒരു അന്തരം മക്കളും നിങ്ങളും തമ്മിലുണ്ട്. അത് സമ്മതിക്കാതെ വയ്യ. ഇതെങ്ങനെ ഉപയോഗിക്കണം നിങ്ങൾക്ക് ഇതുവരെ തിരിഞ്ഞില്ല. ഇതുവരെ തിരിഞ്ഞില്ല. അത് തന്നെയാണ് 1-ാം ക്ലാസ്സിലെ ചെക്കൻ മരിക്കാൻ കാരണം. അമ്മയുടെ അറിവില്ലായ്മ. എങ്ങനെ കുട്ടി മരിച്ചത്? ഈ നാട്ടിൽ എല്ലാ കുട്ടികളും ഫോണ് കൊണ്ട് നടക്കുമ്പോ ഈ കുട്ടീന്റെ അച്ഛൻ, ഗൾഫിലുള്ള അച്ഛനോ അമ്മ പറഞ്ഞു, എന്റെ ചെക്കന് നല്ലൊരു ഫോൺ വാങ്ങിച്ചു കൊടുക്കണം. നിങ്ങള് അച്ഛൻ ചോദിച്ചു, എന്തിനാ ഇപ്പോഴേ ഫോണ്? കുട്ടിക്ക് ബുക്ക് വായിച്ചൂടെ? നിങ്ങൾ പറയുന്നൊന്നല്ല. നമുക്ക് ഇവിടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടല്ല മിഞ്ഞു ഇങ്ങനെ ഒരിടത്തരം നടക്കണമെങ്കിൽ ഈ പല പോലെ തന്നെ വേണം. അങ്ങനെ ഈ കുട്ടിക്ക് ഈ അച്ഛനില്ലേ ഒരു 2-3 മാസത്തിന് ശേഷം അച്ഛൻ വാങ്ങിച്ചു കൊടുത്തില്ല കേട്ടോ. പക്ഷെ ഈ അമ്മ ശാഠ്യം പിടിച്ച് ഈ ചെക്കന് 25,000 രൂപയുടെ മൊബൈൽ ഫോൺ ഈ 3 വയസ്സിലെ ചെറുക്ക് പെണ്ണിന് വാങ്ങിച്ചിട്ട് വണ്ണ. അങ്ങനെ ഈ അമ്മയോട് ചോദിച്ചെല്ലാം നിങ്ങൾ എന്തിനാണ് ഈ 3 വയസ്സുകാരിക്ക് ഫോൺ കൊടുത്തതെന്ന് അമ്മ പറഞ്ഞറിയോ? നിങ്ങൾക്ക് എന്താ പറയുന്നതിന് അതിന്റെ മാറ്റങ്ങൾ കാണണം. ഞങ്ങള് ചെന്ത് മാറ്റാ. എന്റെ മോള് സ്കൂളൊന്നും പോയിട്ടൊന്നുമില്ല. പക്ഷെ ഓൾ A4 ആപ്പിൾ എന്നെല്ലാം പറയുന്ന കേൾക്കണം. നിങ്ങൾ പറയുന്ന പോലെ A4 ആപ്പിൾ എന്നല്ലോള് പറയാം. ഇങ്ങനെ ഓളെ ഇംഗ്ലീഷ് കേട്ടല്ലേ നമ്മൾ എന്നെ നാണിച്ചു പോകും. ഓളെ റൈംസ് കേൾക്കണം പോലും. ഇങ്ങനെ നമ്മളെ മറ്റേ ഇംഗ്ലീഷ് ഇല്ലേ, ഇത് ആ ഇംഗ്ലീഷുകാരനേക്കാളും ഭീകരമായ ഇംഗ്ലീഷ് ആവില്ല. അമ്മ ഇങ്ങനെ പൊന്തുക. എന്നിട്ട് പറഞ്ഞു, ഞാൻ ചോദിച്ചു വേറെ എന്തെങ്കിലും ഗുണമുണ്ടോ അമ്മ? ഇതുകൊണ്ട് ഏറ്റവും വലിയ ഗുണം എന്താ അറിയാം? നിങ്ങൾ എന്നെ വീട്ടിലെ ചുമരെല്ലാം നോക്കി ഒരു വൃത്തികളില്ല.
ഇതിന്റെ ചുമരുകളൊന്നും വരഞ്ഞിട്ടില്ല, കസലെല്ലാം വെച്ചെടുത്തിട്ടുണ്ടാവും, എല്ലാം ഉണ്ടാവും. എനിക്ക് എങ്ങനെ ഒന്നുമില്ല, ഫോണങ്ങ് കൊടുത്തായില്ലേ നായ്ക്ക് തേങ്ങ കിട്ടിയ പോലെ അത് ഏതോ മൂലക്ക് പോയിട്ടാണ്. പിന്നെ ഓല കൊണ്ട് ഒരു സ്വല്ലപ്പാടില്ല. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? മൂന്നാമത്തെ പ്രത്യേകത അമ്മ പറഞ്ഞതെന്നറിയോ, ഒന്നും തിന്നൂലേ 3 വയസ്സ് വരെ. ഇത് ഞാൻ തിന്ന് ഇങ്ങനെ നടക്കണം, തിന്നൂല. അതുകൊണ്ട് അതിനെ കാണണം ഇങ്ങനെ. ഇപ്പൊ നിങ്ങൾ നോക്കി ഫോണ് കിട്ടിയതിന് ശേഷമില്ലേ എന്ത് കൊടുത്താലും തിന്നില്ല, ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ നോക്കുമ്പോ എന്റെ ഭാര്യക്ക് സൂപ്പ് തുടങ്ങി, എന്റെ ചെക്കൻ തിന്നുന്നില്ല. ഞാൻ എന്റെ ഭാര്യ വിശപ്പ് പോലെ വന്നാല് ഈച്ചകളും കസേലടക്കം തിന്നാണ്. അപ്പൊ നിങ്ങൾ എന്റെ മോൻ തിന്നുന്നില്ല എങ്കിൽ ഇടക്ക് ഈ അടിയിലല്ല ഞാൻ ഇന്റെ മോനാ പറയാ. എന്റെ മോൻ അങ്ങനെ ആവില്ല എന്നാണ് ഞാൻ പറയാ. ഇന്റെ മോൻ അങ്ങനെ തിന്നുന്നില്ല എങ്കിൽ അതിന് വിശപ്പില്ല, അതിന്റെ പ്രശ്നം. ഇവിടെ അങ്ങനത്തെ അപ്പൊ പിന്നെ ഇവിടെ ഇങ്ങനെ തൊയിച്ചിടുക, ആണെന്നൊക്കെ നോക്കണ ഞാളിങ്ങനെ നിങ്ങളുടെ വീട്ടില് ഭാര്യത്തുള്ള അടി ഉണ്ടാവും. എന്റെ അടി ഞാനും ഭാര്യത്തുള്ള നല്ല അടിയുണ്ട്. കാരണം നമ്മൾ പറയുന്നൊന്നും ഓല് കേൾക്കില്ല, ഓല് വേറെ ഏതോ ലോകത്താണ്, ഓല് പറയുന്ന ശരി. അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ടാവും. അതെല്ലാം വീട്ടിലും ഉണ്ട്. പക്ഷെ അങ്ങനെ ശരിയല്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും കൊടുത്തും ജീവിക്കുന്ന സ്ഥലമാണ് ശരിക്കും കുടുംബം. അങ്ങനെ എന്റെ മക്കൾക്ക് ഞാൻ നോക്കുമ്പോൾ ഞാൻ ചോദിച്ചെന്നാ ഇനി ഒന്ന് ഭക്ഷണം കൊടുക്കട്ടെ, മൊബൈൽ ഫോൺ കളിക്കുമ്പോൾ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എന്തായാലും പറഞ്ഞു വന്നേ കണ്ടാ, ഫോണിന്റെ ഏറ്റവും വലിയ കുഴപ്പം കണ്ട, ഞങ്ങള് പറഞ്ഞു വരുന്ന സാധനത്തിൽ നിന്ന് മുറിഞ്ഞുപോയി ഈ ഒരു കോള് വന്നപ്പോ. കാരണം ഞാൻ ഞെട്ടിപ്പോയി, ഓഫീസിൽ നിന്ന് ഞെട്ടിയതാണ്. അപ്പൊ അതോടുകൂടി അതിന്റെ ഒഴുക്കം പോയി. അപ്പൊ നിങ്ങളെ മക്കൾ പഠിക്കുമ്പോൾ ഒരു ഫോൺ വന്നാൽ കുട്ടിക്ക് പഠിക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റുമോ? പറ്റൂല. നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹ മക്കളോട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നു, നിങ്ങൾക്ക് ഓർമ്മയില്ല? ഞാൻ പറഞ്ഞ എന്റെ മക്കൾക്ക് എന്നാ ഇനി ഭക്ഷണം കൊടുക്കുന്നൊന്ന് കാണിച്ചാന്ന് പറഞ്ഞപ്പില്ലേ, ഇവിടെ ഒരു കിണ്ണത്തെ ചോറ് എന്തെല്ലോ വാരിയയിലിട്ട് എല്ലാം കൂടി കുഴച്ച് യൂട്യൂബ് എടുത്ത് ഒരു മുട്ടൂസ് മറ്റേ പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, അതങ്ങ് ഇട്ട് ചോന്നനുറുമ്പ് മറ്റോൻ ചൊറിഞ്ഞു എന്നുള്ളൊരു പാട്ടെല്ലാം ഇങ്ങനെ കേൾക്കുമ്പോഴേ ഇവനിങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനെ ഇട്ടൊക്കെ ചോന്നനുറുമ്പ് ചൊറിയുന്നുറുമ്പ് ഇങ്ങനെ ഈ ഉണ്ടക്കട്ട ഇങ്ങനെ ചെക്കങ്ങളാ. ഞാൻ നോക്കുമ്പോ ഒരു പ്രശ്നമില്ലാണ്ടോ തിന്നുന്നുണ്ട്. ഞാൻ എന്റെ ഭാര്യയോട് കുറെ ചോറ് കൊടുത്തപ്പോ ഞാൻ ഭാര്യ എനക്കൊരവസ്ഥ എന്താ, എനക്കൊന്ന് വാരി കൊടുക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ തിന്നുമ്പോൾ എനിക്കൊരു കൊതി ഉണ്ടാവുമല്ലോ. ഞാൻ എന്ത് ചെയ്യുന്നത്, അതിൽ കുറെ ഉപ്പ് വാരിയിട്ട് അതിന് കുറെ ഉമ്മിയും വാരിയിട്ട് ഈ ചോറിൽ എന്നിട്ട് കുഴച്ച് ചോണനുറുമ്പ് വരുന്നുറുമ്പ് അങ്ങ് വയലും കിട്ടരുതല്ലേ ഒക്കെ അപ്പുറത്ത് ഇത് ഉപ്പാണോ ഉമിയാണോ പിണ്ണാക്കാണോ എന്നൊന്നും ഒരു ചോണനുറുമ്പ് അത്. അപ്പോഴാണ് എന്റെ ഭാര്യക്ക് മനസ്സിലായത് ചെക്കൻ എന്തോ തകരാറുണ്ട്, ഉമിയെല്ലാം തിന്നു. ഞാൻ പറഞ്ഞു ഇതിനെയാണ് പറഞ്ഞത്, മനുഷ്യൻ ഒരു കാര്യത്തിന് മാത്രമേ ശ്രദ്ധിക്കാൻ പറ്റൂ. വേറൊരു ബോധത്തിൽ എന്ത് ചെയ്താലും കുട്ടികൾ അറിയില്ല. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സാമൂഹ്യ ദ്രോഹമാണെന്ന് പറഞ്ഞപ്പോ ഇപ്പം ചെറുങ്ങനെ മനസ്സിലാകുന്നു. എൻ്റെ ഒരു കൂട്ടുകാരൻ വടകര ഒരു ഹോട്ടലുണ്ട്. ഈ പാർസലിന് വന്ന ആളില്ല, പെട്ടെന്ന് ഇങ്ങനെ വയലൻ്റാവും. അതില്ല പൈസ ഞാള് തരുന്നില്ലെന്ന് ചോദിച്ചു വയലിന്റെ മോൻ കണ്ടുപിടിച്ച ഏറ്റവും തന്നെ മാർഗം എന്ന് അറിയോ, ഒരു ഫ്രീ വൈഫൈ ആണ് വെച്ചു കൊടുത്തിട്ട് ഒരു 10 കസേലയാണ് വെച്ചു കൊടുത്തത്. ഈ അന്തപ്പെട്ട 2 പൊറോട്ടയും അറിയും, 200 ഫ്രീ വൈഫൈ ഉണ്ട്. അന്തപ്പെട്ട ഫ്രീ വൈഫൈ കളക്ട് ചെയ്തിട്ട് പിന്നെ ഇവൻ പറയണം ആയി തണിഞ്ഞു ബോർഡ്. ഒരു മിനിറ്റ് മനസ്സിലായില്ലേ? അപ്പൊ മനുഷ്യന് ഒരു ലോകത്ത് സ്വബോധമില്ലാതെ ജീവിക്കാൻ ഏറ്റവും നല്ല സാധനം ഇപ്പോൾ. അതേസമയം ഇത് മോശക്കാരനാണെന്നാണോ ഞാൻ പറഞ്ഞത്? ഇതിനെ കൊണ്ടുള്ള ഉപകാരം ഉണ്ട്. ആ ഉപകാരം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ സക്സസ് ആവുന്നത്. അതിനുശേഷം എന്റെ മക്കൾക്ക് ഇതുവരെ ഓളില്ലേ TV ഇത് കാണിച്ചു കൊടുത്തിട്ട് ഭക്ഷണം കൊടുത്തില്ല. കാരണം നമുക്ക് അന്നേരം മനസ്സിലായത് ഇച്ചിരി ചാവാണ്ട് ഇതുവരെ കിട്ടിയ എന്തോ ഭാഗ്യമാണ്. അപ്പൊ ദയവ് ചെയ്തിട്ട് എന്റെ മുമ്പിലിരിക്കുന്ന രക്ഷാകർത്താക്കൾ മക്കളെ തിന്നിപ്പിക്കാൻ വേണ്ടി മെനക്കെട്ടത്. അത് വേണമെങ്കിൽ അങ്ങ് തിന്നോളൂ. അതിന് ഞാനിപ്പോ കണ്ടുപിട്ട മാർഗം എന്നറിയോ, എന്റെ മക്കൾക്ക് ഈ ആ കുട്ടികളെ ബർത്ത്ഡേക്ക് ഞാൻ 2 പോത്തിന്റെ കുട്ടികളെ വാങ്ങിക്കും. എന്റെ 7ാം ക്ലാസ്സിലും പോത്തിന്റെ കുട്ടിയുണ്ട്, 4ാം ക്ലാസ്സിലും പോത്തിന്റെ കുട്ടിയുണ്ട്. എന്ത് രസം! ഞാൻ പശുവിനെ വാങ്ങി കൊടുക്കാനാണ് വിചാരിച്ചത്. എന്റെ വീട്ടിൽ ആളെ ഇല്ലാത്തതുകൊണ്ടാണ് പോത്തിന് ഞാൻ പശുവിനെ ഇപ്പൊ അടുത്ത് വാങ്ങുന്നുണ്ടായിരുന്നു. അതിന് ശേഷം വീട്ടിൽ വന്ന മാറ്റം എന്താ പറയുക, എന്റെ ഭാര്യ നീറ്റല് തീരെ കണ്ടു. ഓള് നല്ല നീറ്റകളെ നോക്കുന്നുണ്ട്.
രാവിലെ എണീക്കുന്നു, ഉരുട്ടിക്കൊടുക്കുന്നു, ഇസ്തിരി ഇടുന്നു. ഞാനൊന്നും ചെയ്യില്ല. പക്ഷെ മക്കൾക്ക് അയച്ചാൽ കണ്ടുകൂടാ. നിങ്ങൾക്ക് എങ്ങനെയാ? നിങ്ങളെ മക്കളെങ്ങനെ ഉമ്മ ദൈവ എന്നാണ് പറഞ്ഞത്? കണ്ടുവിടുങ്ങളെ. ശരിയാണോ? അതെല്ലാം അങ്ങനെ തന്നെയാണ്. എന്ത് ചെയ്യിപ്പിക്കുന്ന കാര്യമൊന്നുമില്ല. ആ വിലയില്ലായ്മയാണ് പിന്നീട് ആപത്തിലേക്ക് വന്നത്. പക്ഷെ ഞാൻ എന്റെ മക്കൾ എന്താണ്, ഇവിടെ മക്കൾക്ക് ഇഷ്ടമുള്ള സാധനത്തെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും സംസാരിക്കില്ല. നിങ്ങൾ മക്കളിപ്പോ തലതിരിഞ്ഞു എന്നല്ല നിങ്ങൾ പറയുന്നുണ്ടല്ലോ. തല തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം അതിനെ പോറ്റി അമ്മയാണെന്ന് ഞാൻ നെഞ്ഞത്ത് കഴിച്ചു. നിങ്ങളെ മക്കൾക്ക് എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. ശരിയാണോ തെറ്റാണോ? അതിന്റെ കാരണം എന്താണല്ലോ, നിങ്ങൾ പഠിപ്പിക്കാത്ത ഒരു സംഗതിയും നിങ്ങളെ മക്കൾ പഠിക്കുന്നില്ല. ശരിയാണോ തെറ്റാണോ? വീടാണ് വിദ്യാലയം, അച്ഛനും അമ്മയുമാണ് അധ്യാപകർ. നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. നിങ്ങളാണ് നിങ്ങളെ മക്കളെ സകല വസ്തു പഠിപ്പിച്ചത്. മാഷം പറഞ്ഞോ അതിനൊന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ഞാനെന്നാ പഠിപ്പിച്ചെന്ന് നിങ്ങൾ ചോദിക്കും. നിങ്ങൾ പ്രസവിച്ച് നിങ്ങൾക്ക് ഓർമ്മണ്ട? നിങ്ങൾ പ്രസവിച്ചിരിക്കാനാണ് അതിലും കുറവാണ് നിങ്ങൾക്ക്. അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം, നിങ്ങളെ മക്കൾ നിങ്ങളെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് അല്ലെങ്കിൽ കൊളുത്തി നിൽക്കുന്നില്ല എങ്കിൽ നിങ്ങളൊരു അമ്മയായിട്ട് ആ കുട്ടികൾ അംഗീകരിക്കുന്നില്ല. എന്നാണ്. അമ്മയായിട്ട് അംഗീകരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇന്ന് ആ കുട്ടീനെ നിങ്ങൾ നെഞ്ചോട് ചേർത്തുകൂടി നിങ്ങളെ വയറായിട്ടേക്ക് ഒന്ന് കാണിച്ചു കൊടുക്കണം. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഏതെങ്കിലും അമ്മമാര് കുട്ടിക്ക് വയറ് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? നിങ്ങളെ വയറ് നിങ്ങളെ പൊക്കൽ കുഴിയിൽ ഒരു ഉമ്മ ആ കുട്ടീനെ കൊണ്ട് വാങ്ങിച്ചിട്ടുണ്ടോ? നിങ്ങൾ പിന്നെ എങ്ങനെ ഞങ്ങൾ അമ്മയാകുന്നത്? പിന്നെ നിങ്ങളും നാട്ടുകാരും തമ്മിൽ എന്താ വ്യത്യാസമായിട്ടേക്ക്? നിങ്ങളെ വയറേ കുട്ടി കാണാത്തുള്ളൂ. ലോകത്ത് സകല സിനിമ നടിമാരെ വയറുമായിട്ടേക്കാര് അത് കണ്ടായിട്ട് രണ്ട ഇങ്ങനെ പറഞ്ഞു. നിങ്ങളെ വയറ് കണ്ട ഇതേതേലും നടിന്നായിട്ട് ചെയ്യും. ശരിയാണോ തെറ്റാണോ? അന്ന് നമ്മൾ കാണിക്കാതിരുന്നത്? ഒരു അമ്മ എന്ന രീതിയിൽ നിങ്ങൾ പറയണ്ടേ, മോനെ കൊട്ട 10 മാസം ഇങ്ങനെ ചുമന്ന വയറായത്, എനിക്ക് വേണ്ടി ഭക്ഷണം കഴിച്ചതാ ഈ വായിലൂടെ. ഈ പൊക്കിൾ കൂടി കാണിച്ചു കൊടുത്തിട്ട് പറയണം, ഇതിലൂടെയായിരുന്നു എനിക്ക് രക്തവും മജ്ജയും മാംസവും ഭക്ഷണവും ഞാൻ തന്നത്. എന്റെ മലവും മൂത്രവും ഒക്കെ 10 മാസം ഏറ്റുവാങ്ങിയത് ഈ അമ്മ. 365 എല്ല് പൊട്ടുന്ന വേദനയോട് കൂടി എന്നെ പ്രസവിച്ചിട്ടത്. ഒക്കെ കുട്ടിയോട് നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു നന്ദിയെങ്കിലും നിങ്ങളോട് ഉണ്ടാവില്ലേ? നിങ്ങൾ എന്ത് ഷവർമ്മ കൊടുത്തിട്ട് എന്തായിട്ട് ആ ഒരു ബന്ധം? ഈ പൊക്കിൾ കുടി എന്തിനാ കാണിച്ചു കൊടുക്കാൻ പറയുന്നറിയോ? പൊക്കിൾ കുടിക്ക് വല്ലാത്തൊരു പ്രത്യേകത ഉണ്ട്. ജീവിതത്തിൽ ഇത്രയും വൈദ്യശാസ്ത്രം വളർന്നിട്ടും ഒരു രൂപമാറ്റവും ഒരു ശസ്ത്രക്രിയക്കും ഒരു പ്ലാസ്റ്റിക് സർജറിക്കും കൊടുക്കാൻ കഴിയാത്ത ഒരു അവയവമാണ് നമ്മുടെ പൊക്കിൾ കുഴി. ബാക്കികളെ കണ്ണു മാറ്റിയിട്ട് വേക്കിൽ വെക്കാം, തലച്ചോറ് ആടെ നിർത്തിട്ട് വയറ്റ് കൊണ്ടാക്കാം, വിരളം മുറിച്ചിട്ട് ഇപ്പുറത്ത് വേണമെങ്കിലും വെക്കാം, എങ്ങനെ വേണമെങ്കിലും വെക്കാം. ശരിയാണോ? പക്ഷെ പൊക്കിൾ കുഴിയുടെ രൂപം മാറ്റാൻ ആധുനിക വൈദ്യശാസ്ത്രം വളർന്നിട്ടില്ല. അത്രയേറെ വിശുദ്ധമാണ്. അത് നിങ്ങളെ മക്കളെ കാണിച്ചിട്ട് അവർക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ വയറ്റിൽ നിന്ന് കുട്ടിക്ക് പോകാൻ പറ്റും എപ്പോഴെങ്കിലും? അതുകൊണ്ട് ഇന്നോട്ടിട്ട് ചെയ്യണം. ചെയ്തോളല്ലോ. കാരണം സിനിമ നടിയുടെ വയറല്ല നിങ്ങളെ മക്കൾ കാണേണ്ടത്. ആ സംഗതി മനസ്സിലായോ? ആ നിങ്ങൾ ഉണ്ടാത്ത ആ പ്രസവിച്ച ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക്? പ്രസവിച്ചായിരുന്നു കുട്ടി എന്താക്കിയേനു? അതൊന്നും ഓർമ്മയില്ല. കുട്ടി നിലവിളിച്ചുട്ട് കുട്ടി കരയുമ്പോ ആദ്യമായി ജീവിതത്തിൽ ആദ്യമായും അവസാനമായും കുട്ടി കരയുമ്പോൾ വിഷമിച്ച അമ്മ സന്തോഷിച്ച് പ്രസവിക്കുന്ന മാത്രം. ബാക്കി ഏത് സമയത്തും മക്കൾ കരയുമ്പോൾ അമ്മയ്ക്ക് സങ്കടമാണ്. ശരിയാണോ തെറ്റാണ്? പ്രസവിച്ച കുട്ടി കരഞ്ഞെങ്കിൽ എങ്ങനെ നമുക്ക് ബേജാറുണ്ടാവുക? അങ്ങനെ കരഞ്ഞെന്ന് ഓർമ്മ ഉണ്ടോ? അങ്ങനെ കരഞ്ഞ് ഒരാഴ്ച കരഞ്ഞപ്പോ കുട്ടി എന്തിനാണ് കരയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ? വിശന്നിട്ടാ കരഞ്ഞതെന്ന് പറഞ്ഞപ്പോ അമ്മമ്മ പറഞ്ഞു, വിശന്നിട്ടാ കൊടുത്തു പാല്. അപ്പൊ നിങ്ങൾ അതിനെ മുരുട്ടി പിടിച്ച് പാല് കൊടുക്കും. ശരിയാണോ? ആ കരച്ചിലൊരു താളമുണ്ടായിരുന്നു. പിന്നീട് കുട്ടി കൊതുക് കടിച്ച് കരഞ്ഞപ്പോ മനസ്സിലായോ? അമ്മമ്മ പറഞ്ഞു. അതൊക്കെ അമ്മമ്മ പറഞ്ഞത് കൊതുക് തന്നെ കടിച്ചിട്ടുണ്ടാവും അതിനാ. അതാ കരയുന്നത്. ഇപ്പോൾ നിങ്ങൾ കൊണ്ടുപോയിട്ട് നെറ്റിട്ടില്ല. കുട്ടി ബോറടിച്ച് കരഞ്ഞപ്പോ അതിനത് ഇട്ടങ്ങ് കുലുക്കിവിടുന്ന അമ്മ പറഞ്ഞപ്പോ നിങ്ങൾ എടുത്ത് കുടുകുടുകുടുന്ന് പറയും കുലുക്കിയിട്ട് അവിടെ തന്നെ വെച്ച് കുട്ടി സന്തോഷത്തോടു കൂടി ചിരിച്ചു. അപ്പൊ കുട്ടിയുടെ കരച്ചൽ കേട്ടപ്പോ വിശന്നിട്ടാണോ കരഞ്ഞത്, കൊതുകടിച്ചിട്ടാണോ കരഞ്ഞത്, അതോ ബോറടിച്ചിട്ടാണോ കരഞ്ഞതെന്ന് അറിയാവുന്ന അമ്മമാർ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. തർക്കമുണ്ടോ കാര്യത്തില്? പിന്നീട് എപ്പോഴാ കുട്ടികൾ നിങ്ങളിൽ നിന്ന് അകന്നു പോയത്? കുട്ടി കഞ്ചാവ് അടിച്ചിട്ട് വീട്ടിൽ വരുമ്പോ എന്താ നിങ്ങൾ അറിയാതെ പോയത്? കുട്ടി ഫാനിന്റെ മേലെ കെട്ടിത്തൂങ്ങുന്നത് എന്താ നിങ്ങൾ അറിയാതെ പോയത്? കുട്ടി കണ്ട ചക്കന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ എന്താ നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയത്? ഏതോ ഒരു സമയത്ത് കുട്ടി നിങ്ങളിൽ നിന്ന് അകന്നു പോയി. ശരിയാണോ? അങ്ങനെ കുട്ടി കരയുന്നതെല്ലാം മനസ്സിലായപ്പോ നിങ്ങൾ കുട്ടീനെ നോക്കിയിട്ട് പറഞ്ഞു, അമ്മ ഞാൻ
ഉമ്മ വിളിക്കടാ ഉമ്മ, വിളി ഉമ്മ 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 ഉമ്മ. നിങ്ങളിങ്ങനെ കുട്ടിയോട് നിരന്തരം പറഞ്ഞപ്പോ കുട്ടി ഇങ്ങളെ മുഖത്ത് നോക്കിയിട്ട് അമ്മാന്നും ഉമ്മാന്നും വിളിച്ചു. ശരിയാണോ? ഈ അമ്മാന്നും ഉമ്മാന്നും വിളിപ്പിച്ച ആരാ? നിങ്ങൾക്കൊരു സന്തോഷായില്ലേ? അങ്ങനെ അമ്മ ഉമ്മ എന്നല്ലാതെ വിളിച്ചു പറഞ്ഞു. നിങ്ങൾ ചങ്ങായിനെ കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് എന്റെ അച്ഛൻ, വിളിക്കട അച്ഛന്ന്. ഇതാണ് എന്റെ ബാപ്പ, വിളിക്കട ബാപ്പ എന്ന് നിങ്ങൾ കാണിച്ചു കൊടുത്ത ചങ്ങായിനെ തന്നെയാണ് കുട്ടി ഇപ്പോഴും അച്ഛനെന്നും അമ്മാന്നും പപ്പാന്നും വിളിക്കുന്നത്. അല്ലാണ്ട് കുട്ടി DNA ടെസ്റ്റ് നടത്തിയിട്ട് എന്റെ അമ്മയെ എന്റെ അച്ഛനെ ഞാൻ കണ്ടുപിടിക്കണം നേരം കുട്ടി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ കാണിച്ചു കൊടുത്തതും വിളിപ്പിച്ചതുമായ മനുഷ്യനെ തന്നെയാണ് അച്ഛനെന്നും ആ പപ്പാന്നും വിളിക്കുന്നത്. എന്റെ അർത്ഥം എന്താ? നിങ്ങൾ പഠിപ്പിച്ചതിന് ഒരു അപ്പുറത്തേക്ക് ഒരു അർത്ഥാനും കുട്ടി പറഞ്ഞിട്ടില്ല. നിങ്ങളാണ് ABCD പഠിപ്പിച്ചത് നിങ്ങളാണ്. ശരിയാണോ തെറ്റാണോ? പാട്ട് പാടി പഠിപ്പിച്ചത് നിങ്ങൾ തന്നെയാണ്. ഒരു പാടാത്ത അമ്മയും കുട്ടിക്ക് മുമ്പിൽ പാടാത്ത ഏത് അമ്മ എന്റെ മുമ്പിലുള്ളത്? ആ കുട്ടീനെ സമ്മതിക്കണം നമ്മള്. ശരിയാണല്ലോ? അങ്ങ് താരാട്ടൊക്കെ പാടി വിടുക. പാടാത്ത അമ്മ പറയണ്ട. അപ്പൊ കുട്ടിയോട് പാട്ട് പാടിയും ചിരിച്ചും ചിന്തിപ്പിച്ചും ഇത്രത്തോളം എത്തിച്ചത് നിങ്ങൾ തന്നെയാണ്. ഇങ്ങനെയൊക്കെ പോറ്റിയ കുട്ടി എന്താണ് നിങ്ങളിൽ നിന്ന് 6 വയസ്സാകുമ്പോഴേക്കും 4 വയസ്സാകുമ്പോഴേക്കും അകന്നു പോയത് എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് എവിടെയോ കുട്ടിയുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞുപോയി. കുട്ടിയുടെ മനസ്സറിയാൻ എവിടെയോ നിങ്ങൾക്ക് പാളിപ്പോയി. ശരിയാണോ തെറ്റാണോ? എപ്പോഴാ പാളിപ്പോയത്? നിങ്ങളെ കുട്ടീനെ എപ്പോ സ്കൂളിൽ ചേർത്തോ അന്ന് മുതൽ നിങ്ങളെ ശത്രുക്കളായി മാറി. കാരണം എന്താ? അതുവരെ കുട്ടി വീണാല് താരാട്ട് പാടിയ നിങ്ങള് വീണാൽ എടുത്തു കുലിക്കുക. നിങ്ങള് പരീക്ഷയിൽ മാർക്ക് പറഞ്ഞാല് ഇങ്ങനെ കുട്ടീനോട് അങ്ങ് ഏറ്റുമുട്ടാൻ തുടങ്ങി. ശരിയാണോ? നിങ്ങൾ ഏറ്റവും വലിയ ടാർഗറ്റ് എന്താ? ഇപ്പൊ കുട്ടിക്ക് A+ കിട്ടണോ? A+ കിട്ടിയാൽ മാത്രം ഒരു അങ്ങട്ടായാലും തോപ്പിക്കണം. അതാണ് A+ അല്ല. നമ്മളെ പണ്ടേ തായാണ്. മനസ്സിലായില്ലേ? ഇപ്പാണ് നമ്മള് മേലെയായത്. അതുകൊണ്ട് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കുട്ടീനെ 1ാം സ്ഥാനത്താക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധസ്ഥലത്തിലാണ്. ആ കുട്ടിയുടെ മാനസികമായിട്ടും അവരുടെ വികാരങ്ങളൊന്നും ഉൾക്കൊള്ളാൻ ആർക്ക് കഴിഞ്ഞില്ല, രക്ഷകർത്താക്കൾക്ക് കഴിഞ്ഞില്ല. ശരിയാണോ തെറ്റാണോ?